ലോകത്തിൻ പാപം ചുമപ്പാൻ യേശു നായകൻ ക്രൂശിലേറി. തിരുരക്തമവൻ നിനക്കായി ചൊരിഞ്ഞ മഹാസ്നേഹത്തെ ഓർക്കുക നീ. തിരുരക്തമവൻ നിനക്കായി ചൊരിഞ്ഞ മഹാസ്നേഹത്തെ ഓർക്കുക നീ. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും, പാപങ്ങൾ ക്ഷമിക്കുവാനും നിന്റെ രോഗങ്ങൾ നീക്കുവാനും അതിശക്തനായുള്ളൊരു നായകനാ അവൻ ദൈവമെന്നോർത്തിടുക. അതിശക്തനായുള്ളൊരു നായകനാണ് അവൻ ദൈവമെന്നോർത്തിടുക. എന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ക്ഷമാശീലരോ എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വാക്യപ്രകാരമാണ്: നിൻ്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടെ വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ: നിൻ്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ദൈവം ക്ഷമിക്കാതെ പകരം ചെയ്തിരുന്നെങ്കിൽ ആരും ശേഷിക്കുകയില്ലായിരുന്നു. മോശ ദൈവസന്നിധിയിൽ ഒടുവിൽ അനേക പ്രാവശ്യം നിന്നതിനാൽ ദൈവം തൻ്റെ കോപത്തെ ശമിപ്പിക്കുകയും ജനത്തോട് ക്ഷമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. മത്തായി 6:12 പറയുന്നുണ്ട്: കർത്തൃപ്രാർത്ഥനയിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ച കൂട്ടത്തിൽ 12-ാം വാക്യത്തിൽ: ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പത്രോസ് യേശുവിനോട്: കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് ക്ഷമിച്ചാൽ ഞാൻ ക്ഷമിക്കണം? യേശു അവനോട്: 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു ക്രൂശിൽ കിടക്കുമ്പോഴും പറഞ്ഞത്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ അതേ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് അകൃത്യങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ചതിനാൽ നാം ഇന്ന് ജീവനോടിരിക്കുന്നത്. ദൈവം ക്ഷമാശീലനാണ്, അതാണ് ദൈവത്തിൻ്റെ യോഗ്യത. എന്നാൽ നാം എത്രമാത്രം ക്ഷമാശീലം ഉള്ളവരാണ് എന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്: ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക വരെ നോക്കിയിട്ടാണ് ഇതുവരെ മിണ്ടാതിരുന്നതെന്ന്. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. പ്രായം ചെന്ന ഒരു പിതാവ് യൗവനക്കാരനായ മകനും കൂടെ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. പിതാവ് നോക്കിയപ്പോൾ ജനാലയിലൂടെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നത് കണ്ടിട്ട് മകനോട് ചോദിച്ചു: എന്താണ് മോനെ അവിടെ ഇരിക്കുന്നത്? മകൻ പറഞ്ഞു: അതൊരു കാക്കയാണെന്ന്. ചില മിനിറ്റുകൾക്ക് ശേഷം പിതാവ് അവിടേക്ക് നോക്കി മകനോട് ചോദിച്ചു: അതെന്താണെന്ന്. മകൻ വീണ്ടും പറഞ്ഞു: അപ്പാ, അതൊരു കാക്കയാണെന്ന്. വീണ്ടും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു: മകനെ, അതെന്താണെന്ന്. മകൻ ആ ശബ്ദം ഉയർത്തി പറഞ്ഞു: അപ്പാ, ഞാൻ പറഞ്ഞില്ലേ അതൊരു കാക്കയാണെന്ന്. പിതാവ് മൗനമായി അല്പനേരം ഇരുന്നിട്ട് മകനോട് ചോദിച്ചു: അവിടെ ഇരിക്കുന്നത് എന്താണ്? മകനൊരു അലർച്ചയോടുകൂടി പിതാവിനോട്: ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതൊരു കാക്കയാണെന്ന്. എന്നിട്ട് അകത്തേക്ക് അവൻ കയറിപ്പോയി. പിതാവ് സാവകാശം എഴുന്നേറ്റ് പോയി തൻ്റെ പഴയ ഡയറി എടുത്തുകൊണ്ട് വന്ന് മകന് കൊടുത്തിട്ട് പറഞ്ഞു: ഈ പേജ് നീ ഒന്ന് വായിക്കുവാൻ. മകൻ വായന തുടങ്ങി. അവൻ ആവേശത്തോടെ പിതാവിൻ്റെ വരികളെ വായിച്ചു കരയുവാൻ തുടങ്ങി. എന്നിട്ട് പിതാവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ക്ഷമ യാചിച്ചു. സംഭവം ഇപ്രകാരമാണ്: ആ യൗവനക്കാരൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു കുരുവി ജനാലിൽ വന്നിരുന്നു.
അപ്പോൾ മകൻ പിതാവിനോട് ചോദിച്ചത് അതെന്താണെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, അതൊരു ചെറിയ കുരുവിയാണെന്ന്. അന്ന് ആ മകൻ പിതാവിനോട് 70 പ്രാവശ്യം ഇതേ ചോദ്യം ആവർത്തിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും പിതാവ് മറുപടി പറയാതെയോ കോപിക്കുകയോ ചെയ്തിരുന്നില്ല. ഇത് വായിച്ചാണ് മകന് കുറ്റബോധമുണ്ടായത്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ എത്ര പിഴകളെയാണ് ക്ഷമിച്ചിരിക്കുന്നത്. നാം ആണെങ്കിൽ എപ്പോഴും ദൈവത്തെ വേദനപ്പെടുത്തുന്ന സ്വഭാവമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളോട് പോലും ഒരു ക്ഷമയില്ലാതെ അവരെ ശിക്ഷിക്കാറില്ലേ? നമ്മുടെ സഹോദരങ്ങളോട് പലതിനും നാം ക്ഷമ കാണിക്കാറുണ്ടോ? പൊതുസമൂഹത്തിൽ പോകുമ്പോൾ ചില കൗണ്ടറുകളിൽ ക്യൂ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്ഷമ നമ്മിൽ നിന്ന് മാറിപ്പോകാറില്ലേ? നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹങ്ങളിൽ എല്ലാം നാം ക്ഷമാശീലരായി കാണപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ കടങ്ങളെയും അകൃത്യങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ചു തരുന്നതിന് ദൈവത്തിന് നാം എത്രത്തോളം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവർക്കും തന്നെ ക്രൂശിക്കുന്നവർക്കും വേണ്ടി പ്രാണം വെടിയുന്നതിന് മുമ്പ് പിതാവിനോട് അവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച യേശുവിനെ നമുക്ക് മാതൃകയാക്കാം. എല്ലായിടങ്ങളിലും ക്ഷമാശീലരായി തീരുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവകൃപയ്ക്കായി യാചിക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ഇന്ത്യയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 20 ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.